വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഒരു ആരാധനയുടെ സമയത്ത് ഈശോ എന്നോട് വാഗ്ദാനം ചെയ്തു, എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ആത്മാക്കളോടും എൻ്റെ അളവറ്റ കരുണയെപ്പറ്റി മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരോടും അവരുടെ മരണസമയത്ത് വലിയ കരുണയോടെ ഞാൻ വർത്തിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ പോലും എൻ്റെ കരുണയുടെ മഹത്വം മനസ്സിലാക്കാത്തതിനാൽ എൻ്റെ ഹൃദയം ദുഃഖപൂരിതമാണ്. എന്നോടുള്ള അവരുടെ പെരുമാറ്റം പല പ്രകാരത്തിൽ അവിശ്വാസത്താൽ നിറഞ്ഞിരിക്കുന്നു. ഓ, അതെൻ്റെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു. എൻ്റെ പീഡാസഹനത്തെ ഓർക്കുക. എൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലും കുറഞ്ഞപക്ഷം എൻ്റെ മുറിവുകളെയെങ്കിലും വിശ്വസിക്കുക. എൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയോ ആംഗ്യം കാണിക്കുകയോ ചെയ്യുന്നില്ല. എന്തെന്നാൽ ഞാൻ കൃപയാൽ ബന്ധിതയാണ്. ഈശോയ്ക്ക് എന്താണ് കൂടുതൽ പ്രീതികരമെന്ന് ഞാൻ എപ്പോഴും ആരായുന്നു. ഒരിക്കൽ അനുസരണത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഞാൻ ഈ വാക്കുകൾ കേട്ടു. ഈ ധ്യാനത്തിൽ വൈദികൻ പ്രത്യേകിച്ച് നിനക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്. അവൻ്റെ അധരങ്ങൾ ഞാൻ കടം മേടിച്ചിരിക്കുന്നു എന്ന് നീ അറിയുക. എല്ലാ ധ്യാനങ്ങളിലും എന്ന പോലെ വളരെ ശ്രദ്ധയോടെ എല്ലാം കേട്ടു മനസ്സിലാക്കാനും ഹൃദയത്തിൽ എല്ലാം പ്രാബല്യത്തിൽ വരുത്താനും ഞാൻ ശ്രമിച്ചു. അനുസരണമുള്ള ഒരാത്മാവ് ദൈവശക്തിയാൽ നിറഞ്ഞിരിക്കുമെന്ന് വൈദികൻ പറഞ്ഞപ്പോൾ, അതെ, നീ അനുസരിക്കുമ്പോൾ ഞാൻ നിന്റെ ബലഹീനത എടുത്തുമാറ്റി എൻ്റെ ശക്തി നിക്ഷേപിക്കുന്നു. ഞാനുമായി ഈ വച്ചുമാറ്റം നടത്താൻ ആത്മാക്കൾ ആഗ്രഹിക്കാത്തതിൽ ഞാൻ വിസ്മയിക്കുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ, അല്ലെങ്കിൽ ഞാനും ഈ വാക്കുകളിൽ നിന്ന് അധികമൊന്നും മനസ്സിലാക്കുകയില്ല. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, പിന്നെയോ വളരെയധികം ആത്മാക്കൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് ലഭിച്ച കൃപകൾ എനിക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ മറ്റാത്മാക്കൾക്കു വേണ്ടി കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓ ഈശോയെ, അങ്ങയുടെ കരുണയുടെ ആഴം ദുരിതങ്ങളുടെ ഗർത്തം തന്നെയായ എൻ്റെ ആത്മാവിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈശോയെ, എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അങ്ങ് എനിക്ക് നൽകുന്ന കൃപകൾക്കായും അങ്ങയുടെ കുരിശിന്റെ പങ്കിനായും ഞാൻ നന്ദി പറയുന്നു.